തിരുവനന്തപുരത്ത് സ്ത്രീയുടെ മൃതദേഹം അഴുകിയ നിലയിൽ മാർത്താണ്ഡം സ്വദേശി ഷീലയുടെ 2 ആഴ്ച പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത്. മേട്ടുക്കടയിൽ വാടകയ്ക്കായിരുന്നു ഷീല താമസിച്ചിരുന്നത്. ദുർഗന്ധത്തെ തുടർന്ന് സമീപത്തെ കടയുടമകൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സുനിഷ യെല്ലൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുനിഷ, എങ്ങനെയാണ് ഇവർ മരിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ബിനിൽ മരിച്ചത് എങ്ങനെ എന്നതിന്റെ കാരണം ഏതായാലും പോലീസിന് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ തൈക്കാട് ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്നു ഈ മാർത്താണ്ഡം സ്വദേശിയായ ഷീല. ഇവിടെ തന്നെ വാടകയ്ക്ക് താമസിക്കുകയുമായിരുന്നു. ഈ വീട്ടുടമ അടക്കം, അതായത് ഈ കുറച്ച് സമീപവാസികൾ അടക്കം പറയുന്നത് ഈ ഏതാനും നാളുകളായി ഇവരെ പുറത്തൊന്നും കാണാനില്ല എന്നതായിരുന്നു. പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ തൊട്ടടുത്ത കടയുടമകൾ അടക്കം ദുർഗന്ധം വമിക്കുന്നതായി കണ്ട് ചില പരിശോധനകൾ നടത്തിയിരുന്നു. പിന്നാലെ ഈ മുറിയുടെ ഉടമയെ അറിയിക്കുകയും പിന്നാലെ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. അതിനുശേഷം പോലീസ് എത്തിയപ്പോഴാണ് ഈ മൃതദേഹം കണ്ടത്. 2 ആഴ്ച പഴക്കമുണ്ട് എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. മാർത്താണ്ഡം സ്വദേശിയാണ്. പോലീസ് പറയുന്നത് അകത്തു നിന്നും ഈ പൂട്ടിട്ട നിലയിൽ തന്നെയായിരുന്നു ഈ വാതിലുണ്ടായിരുന്നത് എന്നതാണ്. ഏതായാലും ചില ബന്ധുക്കൾ എന്ന് പറയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ചില സമയങ്ങളിൽ ഇവിടെ വരാറുണ്ട് എന്നതടക്കം പോലീസ് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഇതിലടക്കം വ്യക്തത വരുത്തുമെന്നതാണ് പോലീസ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇവരുടെ മൃതദേഹം ഏതായാലും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബിനിൽ. സുനിഷ യെല്ലൂരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.